ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. നാട്ടിലെ സാധ്യതകൾ മനസ്സിലാക്കാതെ വിദേശത്തേക്ക് പോകുന്ന പ്രവണതകൾ വിദ്യാർത്ഥികൾ കുറയ്ക്കണമെന്ന് ബെന്നി ബെഹനാൻ MP. നാട്ടിലെ സാധ്യതകൾ മനസ്സിലാക്കാതെ അറിവ് നേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത കുറയ്ക്കണമെന്ന് MP ബെന്നി ബെഹനാൻ അഭിപ്രായപ്പെട്ടു. MES അസ്മാബി കോളേജിൽ സംഘടിപ്പിച്ച ദ്വിദിന ഉന്നത വിദ്യാഭ്യാസ പ്രദർശനമായ ഡിസൈർ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുടക്കമായിരുന്ന റോബോട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ പ്രിൻസിപ്പളിനോടും സംഘാടകരോടും ചോദിച്ച ഒരു വിവരം, എങ്ങനെ ഇത് കുട്ടികൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. ആശാവഹമായ ഒരു അഭിപ്രായമാണ് അവരിത് കേട്ടത്. കുട്ടികൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, താല്പര്യമെടുക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയുടെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അനന്തമായ സാധ്യതകളുണ്ട്. അതിൻ്റെ അറിവും നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് സ്വാഭാവികമായും ഇത്തരമൊരു സംരംഭമുണ്ടാകുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെ എക്സ്പ്ലോർ ആവശ്യം. കാര്യം അന്ന് വിദ്യാഭ്യാസത്തിന് പരിമിതികളുണ്ടായി, വിഷയങ്ങൾ തന്നെ കുറവേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ ഒതുങ്ങിയതുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ്, അറിവാണ് ലഭിച്ചത്. ഇന്നിപ്പോൾ നമുക്കറിയാം, അറിവിൻ്റെ രംഗത്ത് നോളജ് റെവല്യൂഷൻ നടക്കുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് അറിവ് വർദ്ധിക്കുന്നത് മാത്രമല്ല, വ്യത്യസ്തമായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അറിവിൻ്റെ സാധ്യതകളെയും അതിൻ്റെ മേഖലയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. പണ്ട് നമ്മളൊക്കെ പഠിച്ചു വന്ന കാലഘട്ടത്ത് പരിമിതമായ സബ്ജക്ട്സേ ഉള്ളൂ. ഇപ്പം ഇവിടെ പ്രിൻസിപ്പൾ പുതിയ സബ്ജക്റ്റിൻ്റെ കാര്യം, സബ്ജക്റ്റിൻ്റെ കാര്യം കൊടുക്കും. അന്ന് BSc കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി, പിന്നെ കൊമേഴ്സ്, പിന്നെ എക്കണോമിക്സ്, ഹിസ്റ്ററി, ലിറ്ററേച്ചറാണെങ്കിൽ മലയാളം, അതുപോലെ തന്നെ ഇംഗ്ലീഷ്. പരിമിതമായ സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. ആ പരിമിതമായ സബ്ജക്റ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖല, ആ പരിമിതമായ സബ്ജക്റ്റിലൂടെ അറിവ് തേടി ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതനുസരിച്ചുള്ള ജോലി സാധ്യതകൾ, അതുമാത്രമായിരുന്നു പണ്ട് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടത്. ടെക്നോളജി സൈഡിലും എഞ്ചിനീയറിംഗ് സൈഡിലും അതായിരുന്നു. ഞാൻ ഓർക്കും, ഞാനൊക്കെ കോളേജിൽ പഠിച്ച, അന്നത്തെ ഇവിടെ ഇരിക്കുന്ന പലരും കോളേജിൽ പഠിച്ച കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗിൽ 4 സബ്ജക്റ്റുകളുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ. പിന്നെ വളരെ അപൂർവമായി എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായത്. മറ്റു പല കോളേജുകളിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പോലുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ പോലും അത് വളരെ പരിമിതമായി. ഇന്നിപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 130 മറ്റും. പുതുതലമുറ സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ മാനവിക വിഷയങ്ങൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരങ്ങളും അവരുടെ അഭിരുചികൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതും കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റുന്നതായി MP കൂട്ടിച്ചേർത്തു. MES അസ്മാബി കോളേജും തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് കോളേജിയേറ്റ് എഡ്യൂക്കേഷനും ചേർന്ന് സംഘടിപ്പിച്ച പ്രദർശനത്തിൽ കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ് C സദാനന്ദ് പ്രദർശന നഗരിയിലെ വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തി. MES തൃശൂർ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ, ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ ജമാൽ, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KP സുമേദൻ, PTA വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, MES ഭാരവാഹികളായ AA മുഹമ്മദ് ഇക്ബാൽ, ഷാഹിം ഷാഹുൽ എന്നിവർ സംസാരിച്ചു. മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി VM ഷെയ്ൻ സ്വാഗതവും ട്രഷറർ മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. മാനവിക, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിലെ നൂതന അറിവുകൾ പകർന്നു നൽകുകയും വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ച് ഉന്നത പഠനത്തിന് ആവശ്യമായ കോഴ്സുകൾ മനസ്സിലാക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള അവസരം ഒരുക്കുകയാണ്
പ്രദർശനത്തിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും സൗജന്യ പ്രവേശനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മത്സ്യവിഭവ പ്രദർശനം, അക്വേറിയം ഷോ, വെർച്വൽ ടൂറിസം, ഫിഷ് സ്പാ, NCC സ്റ്റാൾ, ഗാന്ധിജി ചിത്ര പ്രദർശനം, നാണയ പ്രദർശനം തുടങ്ങി അറിവും വിനോദവും പകർന്നു നൽകുന്ന ഒട്ടേറെ സ്റ്റാളുകളാണ് കോളേജിൽ സജ്ജീകരിച്ചിട്ടുള്ളത്.